ഹായ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ട്രാവൽ വീഡിയോ ആണ്. ട്രാവൽ വ്ളോഗ് പോലെയാണ് ചെയ്യുന്നത്. എങ്ങോട്ടാണ് എന്തിനാണെന്നൊക്കെ നമ്മൾ പിന്നെ പറയാം. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളിന്ന് നൈറ്റ് ആണ് പോണത്. അപ്പോ നമുക്ക് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോ മോനാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ നമുക്ക് അതിനു വേണ്ടി പുറത്തേക്കൊന്ന് പോണം. പിന്നെ വേറൊരു കാര്യം, ഞാൻ എന്റെ വീട്ടിലാണ് ഇപ്പോ, ഏട്ടന്റെ വീട്ടിലല്ല. ഞാനിവിടെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നാളെയാണ് നമുക്ക് പ്രോഗ്രാം വരുന്നത്. അപ്പോ അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. എന്ത് ചെയ്യോ, പെഡിക്യൂർ ചെയ്യാണ് ഗൈസ്. പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെ അവസാനം അച്ഛനും ഒന്ന് ക്ലിയർ ചെയ്യാൻ വന്നു. ഇനി നേരെ വീട്ടിലേക്ക് അല്ലേ? വരണ വഴിക്കൊക്കെ ബിരിയാണിയുടെ മണം. ബക്രീതായിട്ടേ ഇപ്പൊ രാത്രി ഒരു 8:30-9 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഞങ്ങളിതാ ഇറങ്ങാൻ പോവാണ്. നിങ്ങൾ നീങ്ങി നിൽക്ക്. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടാ. ഗ്രൂപ്പിട്ടെന്താ താഴെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാൻ വഴിയെ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം മോൻ നല്ല വാശിയായിരുന്നു ഉറക്കം വന്നിട്ട്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിപ്പോ ഇത് അരൂര് ഏരിയ ആണ് കാണിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തലേണയും ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തിട്ടാട്ടോ ഇറങ്ങിയത്. മോൻ വണ്ടി കയറിയത് ഉറങ്ങി. എല്ലാവരും ഇങ്ങനെ കാഴ്ച കണ്ടിരുന്നു. കുറച്ചു നേരം ഒന്ന് എല്ലാവരും മയങ്ങി. പക്ഷെ നന്നായിട്ടൊന്നും ഉറങ്ങാൻ ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അതിന്റെ ക്ഷീണവും നന്നായിട്ടുണ്ട്. വണ്ടി നിർത്തിയെടുത്തു. നോക്കുക, ഞാൻ വേറെ ഏർപ്പിക്കോ ഈ നേരത്ത് കിട്ടോ? പിന്നെ അതെ എന്തായാലും 3 മണിക്ക് നട തുറക്കും. 1 മണിയായി. ഒന്നും വേണ്ടേ, ഞാൻ നിങ്ങ പോവും ഞാനോ കാണാൻ പറ്റില്ല. ഒരു കൈ അടിയിലും പിടിക്കട്ടാ. എന്നോടാ പറഞ്ഞത് ചൂടുണ്ട് ചൂടുണ്ട് ചൂടുണ്ട്. അടിയിൽ പിടിക്കുമ്പോ ചൂടില്ല. ഫൈനലി നമുക്ക് 10 പേർക്കുള്ള റൂം കിട്ടി. ഒരു 1.5 മണിക്കൂറത്തെ തെണ്ടലിന് ശേഷമാണ് റൂം കിട്ടിയിരിക്കുന്നത്. പക്ഷെ കിട്ടിയ റൂം അടിപൊളി. എനിക്ക് ഗുരുവായൂര് ചുറ്റും കറങ്ങാനില്ല. ഗുരുവായൂർ റൗണ്ട് ഒരു 3 വട്ടമെങ്കിലും കറങ്ങിയിട്ടുണ്ടാവും. കറങ്ങണമെന്നാണ് പറഞ്ഞത്. നല്ല രീതിക്ക് തന്നെ ഞങ്ങൾ കറക്കി കൊടുത്തു. 12 മണിക്ക് തുടങ്ങിയ കറക്കം 1 മണിക്ക് അവസാനിച്ചിരിക്കുകയാണ്. 2ആയി. വെരി ഗുഡ്. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ആരും ഉറങ്ങിയില്ലെങ്കിൽ നാളെ വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങി വണ്ടി വരും. അപ്പൊ അതൊക്കെ റെഡിയായി അമ്പലത്തിൽ പോവാൻ നിക്ക. ഉറങ്ങിയിട്ടില്ല. ഹായ് പറ. എന്റെ മോതിരം കണ്ടിട്ട. എന്താ മോതിരം? എത്ര മണി? 3
3:30. നല്ല തിരക്കുണ്ട് തോന്നണട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവാൻ സാധ്യത ഉണ്ട്. നമ്മള് ഞായറാഴ്ച അതങ്ങനെയാണല്ലോ. ഞങ്ങൾ എറണാകുളത്തുനിന്ന് വന്നു, മനു ഷൊർണൂരിൽ നിന്ന് വന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഹാപ്പി? കുറെ നാളത്തെ ആഗ്രഹമാണ് വെളുപ്പിനെ വന്ന് ഭഗവാനൊന്ന് കാണണമെന്ന്. നടന്നു ഇനി അവിടെ ചെല്ലുമ്പോ എന്താ അവസ്ഥ അറിയില്ല കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റേ ചെയ്തത് ദേവസ്ഥത്തിന്റെ തന്നെ, ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ ഇതിൽ തന്നെ ആട്ടോ. അതും നമുക്ക് ലാസ്റ്റ് ഉള്ള ഒരു ബുക്കിംഗ് ആണ് നമുക്ക് കിട്ടിയത്. വരുന്നവര് നേരത്തെ ബുക്ക് ചെയ്ത് വരാൻ നോക്കുക. എന്താ ലക്കിന് നമുക്ക് കിട്ടിയത്. നമ്മൾ ഏകദേശം ഒരു 1 മണിക്കൂർ കറങ്ങിയതിന് ശേഷമാണ് നമുക്ക് റൂമൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയത്. പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഫുള്ളായിരുന്നു. ഞാൻ വണ്ടിയൊക്കെ പുറത്താണ് കിടക്കണതുകൊണ്ട്. പക്ഷെ അടിപൊളി റൂമൊക്കെ അടിപൊളി കേട്ടോ. ഒരു ഡോർമെട്രിയാണ്, 10 പേരുടെ ഡോർമെട്രിയാണ് കിട്ടിയത്. ഞങ്ങൾ 2 സെയിം ടു സെയിം ഡ്രസ്സ്, സെയിം പിച്ച്. അപ്പോ നല്ല റൂമായിരുന്നു കേട്ടോ. വലിയൊരു ഫാമിലിക്ക് തങ്ങാവുന്ന രീതിയിലുള്ളൊരു റൂമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നേരെ ഇനി അമ്പലത്തിലേക്ക് പോകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അമ്പലത്തിൽ ഫോൺ അലൗഡ് അല്ല. നമുക്കത് ക്ലോക്ക് റൂമിൽ വെക്കണം. അതുവരെയുള്ള വ്ലോഗൊക്കെ നമ്മൾ കാണിച്ചു തരാം. അമ്പലത്തിന്റെ അടുത്ത് തിരക്കുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഉണ്ടാകും, ഉറപ്പാണ്. ഇന്ന് സൺഡേ കൂടി ആയതുകൊണ്ട് 12 മണിക്ക് ആൾക്കാർ പോകണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വരുമ്പോ മെയിൻ കാരണം എല്ലായിടവും ബുക്കിങ്ങാ. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസം എല്ലാരും ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. നീ കിട്ടിയാ തന്നെ ഒരുമാതിരി എന്തുമാത്രം ചാർജ് ഒക്കെ പറയുന്നേ. ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ ഭംഗി പുറത്തൊരാളുണ്ട് കേട്ടാ. പുറത്തൊരാളുണ്ട്. അവിടെ ചെന്നിട്ട് കാണിക്കാം. കട്ടി കുറവ്, നല്ല കട്ടി. ഏത് വേണം? വൈറലാക്കരുതാ. എത്ര എടുക്കണോ മോന്? നിനക്ക് എത്ര? ഫോൺ കൊണ്ടുപോകാനൊന്നും നിർത്തിയില്ല കേട്ടോ. ഭയങ്കര തിരക്കാണെന്നാണ് കേട്ടത്. ഫോൺ നമ്മൾ കൊണ്ടുപോകണില്ല. നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. വന്നിട്ട് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്താണ് ശരിക്കും സംഭവം എന്നൊക്കെ ഉള്ളത്. ഓക്കെ. അങ്ങനെ നമ്മള് അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇനി നേരതാ ഈ മെസ്സായി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് നമുക്ക് റെഡി ആവണം. അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു കേസ്. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ. കാരണം ഇന്നത് സൺഡേ കൂടിയാണ്. നല്ല തിരക്കെന്നുള്ള നല്ല തിരക്കുണ്ടായിരുന്നു. എത്ര നേരം ക്യൂ നിന്നു എന്നൊക്കെ ചോദിച്ചിട്ട് 5-6 മണിക്കൂർ ക്യൂ നിന്ന് നിരങ്ങി പോയിട്ടാണ് ഞങ്ങള് കണ്ണനെ കണ്ടു തൊഴുതത്. പക്ഷെ വേറൊരു കാര്യം, അങ്ങനെ കഷ്ടപ്പെട്ട് തൊഴുതത് കൊണ്ട് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. തൊഴുതിറങ്ങിയപ്പോ ഒരു എനർജി ഒക്കെ ഫീൽ ചെയ്യണു. പിന്നെ എന്റെ കണ്ണൻ കുറച്ച് അലമ്പായിരുന്നു. വേറൊന്നുമല്ല, അവന് ഉറക്കം വന്നിട്ടാണ്. ഉറക്കം ശരിയായിട്ടില്ല. അപ്പൊ ഉറക്കത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ആൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും വിശപ്പും താങ്ങാൻ പറ്റാത്തത് കൊണ്ടും ഞങ്ങൾ കുറച്ചൊക്കെ ഒന്ന് അലമ്പുണ്ടാക്കി. നമ്മൾ ആ ഒരു തൊഴാനുള്ള ആ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്കും ആള് സൈലന്റ് ആയി. പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഹാപ്പി ആയിട്ട് തൊഴാൻ പറ്റി. അപ്പൊ ഇവിടെ ആരുമില്ല കേട്ടോ. ഇവരൊക്കെ ഒരാള് അമ്മയും കൂടിയിട്ട് മമ്മിയൂര് പോയിരിക്കുകയാണ് വണ്ടിക്ക്. ചേച്ചിയും ഏട്ടനും കൂടിയിട്ട് ഫുഡ് വാങ്ങാൻ പോയിരിക്കുകയാണ്. അവർക്ക് കഴിക്കാൻ പോയതാണ്. എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. കണ്ണനെ ഒന്ന് കിടത്തി ഉറക്കണം. പാവം, അത് ഒരുപാട് കരഞ്ഞു. അവനെ ഒന്ന് കിടത്തി ഉറക്കണം. കുഞ്ഞാറ്റയും പോയിട്ടുണ്ട്. അപ്പൊ ആരും ഇല്ല, ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. കണ്ണന്റെ ഫസ്റ്റ് തൊഴലാണ് കേട്ടോ. നടക്കി നേരെ നിന്ന് തൊഴുന്നത് ഇത് ഫസ്റ്റ് ടൈം ആണ്. ആക്ച്വലി അവന്റെ ചോറൂണ് ഇവിടെ ആയിരുന്നു. എന്റെ മാരേജ് ഇവിടെ ആയിരുന്നു. മാരേജിന്റെ തലേ ദിവസം എനിക്ക് നല്ല രീതിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നടക്കി നേരം നല്ല രീതിക്ക് കുറച്ചു നേരം നിന്ന് തൊഴാൻ പറ്റി. അതുപോലെ തന്നെയായിരുന്നു ഇപ്രാവശ്യം. എനിക്ക് വേണ്ടിയിട്ട് വഴിമാറി തന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കുറെ നേരം നിന്ന് തൊഴാൻ പറ്റി. എനിക്ക് കണ്ണനെ നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ പറ്റി. കണ്ണൊക്കെ അറിയാണ്ട് ഇങ്ങനെ നിറയാൻ തുടങ്ങി ആ ടൈമിന്. പിന്നെ എന്റെ മോന് ചോറൂണ് നടത്തിയ ടൈമിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക്
കേറാൻ പറ്റിയില്ല. കാരണം ഇവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അന്നെന്ന് വെച്ചാൽ കുഞ്ഞു വാവയല്ലേ, ഭയങ്കര കരച്ചില്, ഉറക്കം ശരിയല്ല, പിന്നെ ഇത്രയും ആളും ബഹളവും ചൂടും ഒക്കെ കൂടി ആയപ്പോഴത്തേക്കും കുട്ടി കരഞ്ഞ് 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 ടയേർഡായി ഇങ്ങനെ കുഴഞ്ഞു വീഴാൻ തുടങ്ങി. അപ്പൊ അത് പേടിച്ചിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ കയറാൻ. അന്നത്തെ ദിവസം നല്ല തിരക്കും ഉണ്ടായിരുന്നു, മണ്ണിടാൻ സ്ഥലമില്ലാത്തത്ര തിരക്കായിരുന്നു അവിടെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് കയറാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ കയറി, ഞാനും മോനും അടിപൊളിയായിട്ട് നടക്കി നേരെ നിന്നിട്ട് തന്നെ ഞങ്ങക്ക് തൊഴാൻ പറ്റി. എന്താ പറയാ, ഭയങ്കര ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കണ്ണനെ കാണാൻ. ഇപ്പോഴും ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ നിക്കണ പോലെയൊക്കെ ഫീൽ ചെയ്യണു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് തൊഴുതിറങ്ങിയതിന്റെ വിശേഷങ്ങൾ. നല്ല തിരക്കുണ്ട്, ഇപ്പോഴും തൊഴാൻ വേണ്ടിട്ട് ആൾക്കാർ ക്യൂലാണ്. ഇനിയിപ്പോ നമുക്ക് പാക്ക് ചെയ്യണം. അവരാരും ഇല്ലല്ലോ, അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും പണി കുറഞ്ഞു കിട്ടും. നമ്മൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഇപ്പൊ ലഞ്ച് കഴിക്കാന്നുള്ള ഉദ്ദേശത്തില് ഇരിക്കുകയാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ എറണാകുളത്തേക്ക് പോകാനുള്ള പ്ലാൻ തന്നെയാണ്. എറണാകുളത്ത് പോകുമ്പോഴത്തേക്കും ഒരു സ്ഥലത്തും കൂടി നമുക്ക് വിസിറ്റ് ചെയ്യാനുണ്ട്. അതെന്തായാലും അമ്പലമല്ല. പിന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക്. കാരണം ഇന്ന് ഞങ്ങളുടെ കുഞ്ഞാറ്റയുടെ 10ാം വയസ്സ് പിറന്നാളാണ്. ജൂൺ 8-നാണ് അവള് ജനിച്ചത്. ജൂൺ 8 വന്നപ്പോഴത്തേക്കും അവൾക്ക് 10 വയസ്സ് തികഞ്ഞു. നാള് ഇന്നല്ല, എന്നാലും ഡേറ്റ് വെച്ചിട്ടാണെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് തൊഴാൻ ഭാഗ്യമുണ്ടായി. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നത്. എന്തായാലും അവളുടെ ബർത്ത്ഡേയും കണ്ണനെ കണ്ടുകൊണ്ടായി. എന്താ പറയാ, ഒരു അടിപൊളി ഇന്നത്തെ ദിവസം എനിക്ക് നല്ല ഇഷ്ടമായി. കണ്ണന്റെ ഒരു കരച്ചിലും ബഹളവും മാത്രമേ എന്നെ ഒന്ന് വിഷമിപ്പിച്ചുള്ളൂ. വേറൊന്നും അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഗുരുവായൂരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക്. ഗുരുവായൂരിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാൻ ലുലു മോളിലും കൂടി കയറണം എന്നായിരുന്നു. അതെന്തായാലും ഞങ്ങൾ നടത്തി. കാരണം മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം, പോകാൻ ഏറ്റവും ഇഷ്ടം അവൾക്ക് ലുലു മോളിലെ ഫൺ ടൂർ എന്ന് പറയുന്ന പാർട്ടിലേക്കാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി ഓരോ ഗെയിംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഇനി അവളുടെ ബർത്ത്ഡേ ആയിട്ട് അവൾക്കൊരു സങ്കടം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ വയ്യായികയൊക്കെ മാറ്റിയിട്ട് ഞങ്ങള് ഫൺ ടൂറയിലേക്ക് കുട്ടീനെ കൊണ്ടുപോയി. അവൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവള് മാത്രമല്ല കേട്ടോ, ഞങ്ങളും മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കണ്ണൻ അറിവായതിനു ശേഷം അവൻ ഇപ്പോഴാണ് അത് കാണുന്നത്. ഞങ്ങള് ലുലു മോളിലൊക്കെ പോയി ഏകദേശം ഒരു 9 മണിയായപ്പോ എത്തി അല്ലേ? 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി ഞങ്ങള്. എല്ലാരും നല്ല ടയേർഡാട്ടാ, ചത്തില്ലാന്നുള്ളൂ ആ അവസ്ഥയിലാണ് പോയിരിക്കണത്. കൊച്ചിനൊന്നും തീരെ വയ്യ. ദ്രോക്കൂട്ടം കരച്ചിലാണ് ഉറക്കം ശരിയാവാനായിട്ട്. കുഞ്ഞാറ്റ് ആകെ കിറിഞ്ഞിരിക്കുന്ന പരിപാടി. ഞങ്ങക്കത് കണ്ണ് ഇത്രേ ഓപ്പൺ ആവുള്ളൂ, വിരിഞ്ഞങ്ങട് എന്തോ ഒരു വെയിറ്റ് കണ്ണിന്റെ മേളിലൊക്കെ. എല്ലാരും നല്ല ടയേർഡായി. ഒന്നാമത്തെ കാര്യം നമ്മള് 12 മണിക്ക് അവിടെ എത്തി ഈ റൂം സെർച്ച് ചെയ്യലും
റൂം കിട്ടി. പിന്നെ ഒന്ന് കിടന്നില്ലല്ലോ നമ്മള്, നേരെ അമ്പലത്തിലേക്ക് പോയതല്ലേ, അതിൻ്റെതായിട്ടുള്ള ടയർഡ്നെസ് തന്നെയാണ്. പിന്നെ ഇത്രയും ലുലു മോളിലൊക്കെ പോയി ഞങ്ങളിപ്പോ വീടെത്തിയിട്ടുണ്ട്. കണ്ണൊന്നും തുറയണില്ല കേട്ടാ, കണക്ക് ഇത്രേ തുറയണുള്ളൂ. എന്തോ ഒരു വെയിറ്റ് കണ്ണിനൊക്കെ. മക്കള് 2 സൈഡാണ്. എന്റെ മോൻ പിന്നെ കരച്ചിലാണ് ഉറക്കം ശരിയാവാനായിട്ട്. കുഞ്ഞാറ്റ അവിടെ കിറിഞ്ഞ പരുവത്തിന് ഇരിപ്പുണ്ട്. ആർക്കും വയ്യ, എല്ലാരും നല്ല ടയേർഡാണ്. കാരണം നമ്മള് 12 മണിക്ക് എത്തി, നേരെ റൂം സെർച്ചിങ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയി നേരെ അമ്പലത്തിലേക്ക്. ഇതില് നമുക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് വേറൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇത്രയും ലോങ് ട്രാവൽ ചെയ്ത് ഒരു 3 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് കിടന്ന് റെസ്റ്റ് എടുക്കണമല്ലോ. നമുക്കത് കിട്ടിയില്ല, അതിൻ്റെതായിട്ടുള്ള പ്രശ്നമാണ്. പിന്നെ ലുലു മോളില് കേറാൻ വയ്യ ആർക്കും. എന്നാലും നമ്മൾ ലുലു മോളില് കേറി ഒരു 1 hour അവിടെ സ്പെൻഡ് ചെയ്തതിന്റെ കാരണം കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പൊ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കുട്ടികളുടെ സെക്ഷനിൽ പോയിട്ട് ആ റൈഡ്സിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ എന്നാ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയത്. നമുക്ക് വയ്യാന്ന് ബർത്ത്ഡേ ദിവസം ഇനി അതിനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയത്. അതും ഞങ്ങള് അത്ര നേരം ഒന്നും നിന്നില്ല, 1 മണിക്കൂർ മാക്സിമം. അത് കഴിഞ്ഞത് ഞങ്ങള് തിരിച്ച് ഇറങ്ങി നേരെ പോയി. അപ്പത്തേക്കും തന്നെ ചേട്ടൻ വന്നു. പിന്നെ നമ്മള് വീട്ടിലെത്തിയത് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ മറന്നുപോയി. വന്നതും ഒരു 1/2 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങി. മോൻ വന്നതും കിടന്നുറങ്ങി. നട്ട ഭയങ്കര കരച്ചിലായിരുന്നു. ഇനി എല്ലാത്തിന്റെ ഈ ഒരു പ്രശ്നങ്ങൾ മാറാൻ എങ്ങനെ 2-3 ദിവസമാവും. ചേച്ചിക്ക് നാളെ വർക്ക് ഉണ്ട്, ചേച്ചിക്ക് ലീവില്ല. ഇതന്നെ 2 ദിവസം ലീവ് കഷ്ടിയാണ്. അപ്പൊ നാളെ വർക്കിന് പോണം. കുഞ്ഞാറ്റേനെ സ്കൂളിൽ വിടണമെന്ന് തീരുമാനിച്ചു. ഈ അവസ്ഥയിൽ അതുങ്ങൾക്കൊന്നും പോയാൽ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്ര ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. ഞാന് കൂടുതൽ വീഡിയോസ് ഒന്നും ഇങ്ങനെ എടുത്ത് വെറുപ്പിച്ചില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഓവറായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കുന്ന നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. സൈഡാണ് ഗൈസ്.